ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ ബാത്തിലാണ്. ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ ബാത്തിലാണ്. ബഹുമാനപ്പെട്ട മഹത്തുക്കൾ ഞാൻ പറഞ്ഞിട്ടില്ല, പറയാനായിട്ടില്ല, പറയും. അത് ഈ മാസം തന്നെ പ്രതീക്ഷിച്ചോളി. ഞാൻ പറയും കാത്തു തീർക്കണം. പിന്നെ റബീഉൽ അവ്വലിന്റെ 12 തലേന്ന് അയാൾ പറഞ്ഞു വേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ പറയാൻ കാത്തു തീർക്കാണ്. ഇവിടുത്തെ ദീൻ നശിപ്പിക്കാൻ പോവുകയാണ്, ഇവിടുത്തെ മഹല്ലുകൾ നശിപ്പിക്കാൻ പോവുകയാണ്, ഇവിടുത്തെ മഹല്ല് സംവിധാനങ്ങൾ നശിപ്പിക്കും. പക്ഷെ നശിപ്പിച്ചോട്ടെ, പക്ഷെ നമ്മളെപ്പോലത്തെ ആളുകൾ ചെയ്തായിട്ടേ നശിപ്പിക്കേണ്ടുള്ളൂ. അതിന് മുമ്പ് നശിപ്പിക്കാൻ നടക്കില്ല. ഈ നിലക്ക് പോകുകയാണെങ്കിൽ മലബാറിലെ മഹല്ലുകൾ നശിക്കും, യാതൊരു ചെയ്യില്ല. ഒക്കെ വഹാബികൾ ആലയത്തിലെത്തും. വഹാബികൾ ആരാ? എങ്ങനെയാണ് കോഴിക്കോട് അങ്ങാടിയിൽ മൊഹീദ്ദീൻ പള്ളി എന്നൊരു പള്ളി ഉണ്ടായത്? ദുനിയാവിൽ മൊഹീദ്ദീൻ കേട്ട അലർജി അവർക്ക്. യാതൊന്ന് കാണുന്നത് നാരായണ പ്രതിമ, യാതൊന്ന് കേൾക്കുவது നാരായണ ശ്രുതിമ, യാതൊന്ന് ചൊല്ലുவது നാരായണോ നമോ നമ എന്ന ചിന്താഗതിക്കാരനായിരുന്നു മൊഹീദ്ദീൻ ഷെയ്ഖ് അൽമനാറിൽ എഴുതിയിട്ടുള്ളവർ. ഓൽക്ക് എങ്ങനെ മൊഹീദ്ദീൻ മസ്ജിദ് ഉണ്ടാവുക? സുന്നിയാളെ പള്ളിയുടെ തട്ടിയെടുത്തു. ഈ നിലക്ക് പോയാൽ ഒരുപാട് സുന്നി മഹല്ലുകൾ തട്ടിയെടുക്കും. അല്ല കളിയാ കളിക്കുന്നു. നടക്കൂല. ഉണരണോളോളി, ഇത് അവിടേക്കുള്ള കാലുവപ്പാണ്. എന്നാൽ ഈ സാധുക്കൾ നിരപരാധികളാ, അവർക്ക് ബോധമല്ല. ഇവിടെ ഒരു സംവിധാനം ഉണ്ട്, അത് സമസ്ത കേരളം എത്തുള്ളമേൻ, അത് സംവിധാനം. നമ്മൾ അതിനോട് യോജിച്ചാലും യോജിച്ചില്ലെങ്കിൽ അതൊരു സംവിധാനം, സുന്നിയുടെ സംവിധാനം അല്ലെ? അങ്ങനെ തന്നെയല്ലേ? അത് നശിപ്പിക്കാൻ പാടില്ല. അത് ഇവിടെ എന്തിനു മതി. ഇവിടുത്തെ എന്തേ പോരെ പറകുട്ടി? ഇവിടുത്തെ ഏത് കാര്യത്തിനും നമ്മൾക്ക് പല വീക്ഷണങ്ങളിൽ പല അഭിപ്രായങ്ങളുണ്ടാവും. അതുകൊണ്ട് അത് നശിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൂടെ അലക്കണ്ടേ? അത് നശിപ്പിച്ചാൽ അടുത്ത തലമുറ വഹാബിയത്തിന് അടിമപ്പെടും. നിങ്ങൾ സൂക്ഷിച്ചോളി. സുന്നി എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ച് നടത്താൻ പോരാ. മലബാറിലെ സുന്നി മഹല്ലുകൾ ഇവിടെ നഷ്ടപ്പെടും. ഈ നിലക്ക് പോയാൽ നമ്മൾ ജാഗരൂകരാകണം. ഏതുപോലെ മൊയ്തീൻ മസ്ജിദ് പട്ടാളപ്പള്ളി ഉണ്ടാക്കിയതാരാ? ടിപ്പു സുൽത്താനാണ്. ടിപ്പുവിന്റെ പട്ടാളത്തിന് നിസ്കരിക്കാണ്ടാക്കിയ പള്ളിയാണത്. ആരാടാ ടിപ്പു? ടിപ്പുവിനെ ഫാത്തിഹ ഓതിയ ഒരു വഹാബിന്റെ പേരുണ്ടെങ്കിൽ വഹാബിയാവില്ല. ആ ടിപ്പുവിന്റെ പള്ളി എങ്ങനെ വഹാബിയാ എടുത്തു? നിങ്ങൾ ഉറങ്ങി, നമ്മളെ മുൻഗാമികൾ ഉറങ്ങി. അങ്ങനെ ഓരോ മഹല്ലും എടുക്കും. ഇല്ല പുറപ്പാടായി പുറപ്പാട്. ഇതിനേക്കാൾ വലിയൊരുണ്ടായിട്ട് ഉണ്ടാക്കാത്തൊരു സംവിധാനമാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾ വെറുതെ വിടും, നിങ്ങൾ വിചാരിക്കണോ വേണ്ട. എനിക്കൊരു സ്ഥാനത്തിന് ആവശ്യമില്ല, എനിക്ക് റബ്ബ് മാത്രം മതി. ഞാൻ നാളെ മരിച്ചാലും റബ്ബിനെ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ് എന്നെൻ്റെ വിശ്വാസം. ഞാൻ ഒരു കാൽച്ചായക്ക് വേണ്ടി പ്രവർത്തനേ അല്ല. നിങ്ങളാരും എന്നെ ഭീഷപ്പെടുത്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വില വെച്ചിട്ടനില്ല. ഹക്കുണ്ടെങ്കിൽ ഇല്ലാത്തതുകൊണ്ട്. ഹക്കുണ്ടെങ്കിൽ 100% വില. എന്തിനേ ഇരിക്കണ്? ഞാനും ഒന്നിനും പറ്റാത്തൊരു പെടുവനല്ലേ. എന്താ നിങ്ങൾ ശരിപ്പെടുത്തി നടന്നാൽ ഒക്കെ കണ്ടോളി. ഞങ്ങൾ വെറുതെ ഇവിടെ പോണില്ല. നിങ്ങളങ്ങനെ അങ്ങാടിയോളം സമ്മേളനം നടത്തിയിട്ട് ആളാവുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളെ വിവരം ഞാൻ അറിയിക്കും നാട്ടിലേക്ക്. ബാക്കിയൊക്കെ നാട്ടിൽ ഉത്തരവാദിത്തത്തിൻ്റെ ഉത്തരവാദിത്തമല്ല. മഹല്ലുകൾ നശിപ്പിക്കുന്ന പണി നിർത്തിക്കോളി. ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ തങ്ങളാണ് മൂത്താപ്പയാണെന്ന് ഞാൻ നോക്കൂല. ഇവിടെ മഹല് നശിക്കും. ഈ നിലക്കട് പോയാൽ മഹൽ ഇപ്പം തന്നെ തല്ലു തുടങ്ങി. നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ താങ്കളെ ഞങ്ങൾ ഔലിയപ്പാപ്പ ഇന്നത്തെ മൊയ്തീൻ ഷെയ്ഖാണ് റഹ്മത്തുള്ളാഹി നിങ്ങൾ രോമത്തിന് വില ഉണ്ടാവില്ല. നിങ്ങൾ ഈ മഹല് നശിപ്പിക്കാൻ നടക്കുകയാണ്. നിങ്ങൾ പാവാണ്. നിങ്ങളെ പിന്നാലെ കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ട്. ഓരോ ലക്ഷ്യം വേറെയാണ്. എങ്ങനെയുടെ കോഴിക്കോട്ടെ മൊഹീദ്ദീൻ പള്ളി പട്ടാളപ്പള്ളിയുണ്ട്. ഈ മൊഹീദ്ദീൻ പള്ളിയിൽ നബിദിനെ നടത്തിയ എത്ര സംഭവമുണ്ട് എന്നത് സുജ്ഞാസാണ്. മനസ്സിലായോ? ഇന്ന് നിങ്ങൾ കുനൂത്തോതിയ പോലെ തല്ലും. എന്തേ സത്യല്ലേ? എന്തേ നമ്മളെ മുൻഗാമികളായ കുറച്ച് സാധുക്കളായ മനുഷ്യന്മാർക്ക് ഏറ്റുമായനെ അറിയില്ല. തട്ടിയെടുത്തു. ആരാ തട്ടിയെടുക്കാൻ മുന്നിൽ നിന്നത്? ഈ കള്ളക്കാക്ക കെ മൗലവി. അപ്പൊ അതിന്റെ പേരെ കുട്ടികൾ ഇവരെ തട്ടിപ്പാക്കാണ്. നിങ്ങൾ പാവങ്ങളാണ്. പക്ഷെ നിങ്ങൾ പാവങ്ങളാന്ന് റഹ്മത്ത് നോക്കൂല. നിങ്ങൾ തങ്ങളല്ല, അതിന്റെ ഔലിയാണ്. കോജണി രോമത്തിനാണ് വില നോക്കൂല നിങ്ങൾ. കാരണം നിങ്ങളെ വെച്ചിട്ട് മറ്റൊരു പേര് തങ്ങളാണെങ്കിലും നിങ്ങളെ മകനെ അറക്കാൻ വരുന്ന നേരത്തെ തങ്ങൾ പാപ്പല്ലേ, തങ്ങളെ കയ്യിലല്ലേ കത്തി നിറഞ്ഞിരിക്കണം. നിങ്ങൾക്ക് കൊടുക്കേണ്ടത് കണ്ട് കൊടുക്കൂലേ? പിന്നെ മാപ്പ് പറയും തങ്ങളെ അന്നത്തെ തല്ലി നിർബന്ധമായിട്ട് അവിടെ അടി നിർബന്ധമില്ല. ആ കത്തി നിങ്ങൾ കുട്ടിയെ മരിക്കൊല്ലൂലേ? നോക്കിക്കോ. സമുദായ ശരീരം കീറി മുറിക്കപ്പെടാനാണ് ചില ആളുകൾ പ്രത്യുദ്ദേശം. ഇവർ നിരപരാധികളാണ്. എന്താ കാരണം? ഇവർക്ക് ദുനിയാവ് എന്താന്ന് ആഖിറ എന്താന്ന് അറിയില്ല. ഇവർ വിചാരിച്ചവർക്ക് ആഖിറ, ഇവർക്ക് ചൂക്കും അറിയില്ല, ഇവർക്ക് പടച്ചോനെ അറിയില്ല, ഇവർ തങ്ങളെന്നെ അള്ളാനെ അറിയില്ല, റസൂലിനെ അറിയില്ല, ദീനും അറിയില്ല. അതിന്റെ പേരിൽ പൈസ ഉണ്ടാക്കാൻ അറിയുള്ളൂ. മലബാറിലെ മഹല്ലുകൾ പൊളിയാൻ പോവുകയാണ് ഈ നിലക്ക് കയറൂരി വിട്ടാൽ. എന്നാൽ അതൊക്കെ ഒറ്റക്കൊറ്റക്ക് പറയുന്ന മൂല്യന്മാരുണ്ട്. മിഞ്ഞാന്ന് ഞാനൊരു ചോറ് നിന്ന് കയ്യങ്ങാവുക മൂല്യർ എന്നോട് പറഞ്ഞു, ആ പ്രസംഗം അടിപൊളിയാ, ഇയാൾ അടിപൊളിയാകാനാ ഞാൻ പ്രസംഗിച്ച്. ഒരു മൂല്യർ ഞാനും എല്ലാവരും കൂടി ഉണ്ട്. എൻ്റെ നാട്ടിലൊരു കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് ഒരു മൂല്യർ എന്നോട് അടിപൊളിയാണ് നല്ല പ്രസംഗം, ആർക്കും പറയാൻ കഴിയാത്ത നിങ്ങൾ പറഞ്ഞു. എന്തെങ്കിലും പറയാൻ കഴിയാത്ത നിങ്ങൾക്ക് പറയല്ലത് എന്തെങ്കിലും പറഞ്ഞു ഒന്നും എനിക്കൊന്നുമില്ല.
വിലയില്ല, വിലകെടില്ല. എനിക്ക് പ്രശ്നമില്ല. എനിക്ക് എൻ്റെ റബ്ബിലേക്ക് ഇന്ന് മരിച്ചുകൊണ്ട് ചെയ്യാതെ. എനിക്ക് MLA ആണ്ട, MP ആണ്ട, ഒന്നും ആണ്ട. എനിക്ക് എൻ്റെ റബ്ബ് സ്വീകരിക്കണം. ഈ ബാത്തിലിനെ കയറൂരി വിട്ട ഒറ്റക്ക് എന്നോട് എത്രയും മൂല്യമാര് പറയലുണ്ടല്ലോ, നല്ല പ്രസംഗം കേട്ടോ, അത് ഞാൻ പിന്നെയും കിട്ടും. നിങ്ങൾ പിന്നെ കേൾക്കാനാ ഞാൻ പ്രസംഗിച്ച്, നിങ്ങളത് പറയും. 10 ആൾ പറഞ്ഞ പ്രശ്നം തീരും. പക്ഷെ പറയാൻ വേറെ ആളില്ല. എന്തേ? ത്യജിക്കണം. ആരും കൊടുക്കാതെ ജീവിക്കാൻ കഴിയണം. അതിനും അള്ളാഹു തൗഫീഖ് തരിക. എനിക്ക് ആരും തരില്ല, എനിക്ക് ജീവിക്കാൻ കഴിയും. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കുറിച്ച് കൊറോണ കാലത്ത് എന്തൊക്കെ തോന്നിയാസം പഠിച്ചു വഹാബികൾ. നിങ്ങൾ ഈ കണ്ണും കാട്ടി ഇപ്പൊ തങ്ങൾ ഏറ്റി നടക്കണവര് ആരുടെ അതിന് മറുപടി പറഞ്ഞത്? ഈ റഹ്മത്തുള്ളാഹിനെ പോലെ 1-2 ആളുകളല്ലാതെ. ഖുറാഫാത്ത് പഠിപ്പിക്കാന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെ പറഞ്ഞു ഇവിടുത്തെ വഹാബി നേതാക്കന്മാര്, പ്രഭാഷകര് എന്തൊക്കെ വൃത്തികേട് പറഞ്ഞു. ആരെ പറ്റി? അത് ഏതാ സയ്യിദ്? ആലിമായ സയ്യിദ്. സയ്യിദുമാണ്, ആലിമുമാണ്, വലിയാണ് സയ്യിദ് ഹൈദർ അലി. സയ്യിദ് ഹൈദർ അലി അള്ളാഹുവിന്റെ വലിയാണ്. എന്റെ വിശ്വാസമാണ്. ഞാൻ അടിച്ചാൽ പോലെ ഞാൻ മറുപടി, ഞാൻ അടിക്കണ വർത്താനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്നും കൊണ്ടില്ല. പിന്നെ കുട്ടികളെ പോലെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, സദസ്സിലിട്ട് ആ ടീച്ചർ പോലെ വർത്താനം പറഞ്ഞു. പിന്നെ അത് ആ സദസ്സായതുകൊണ്ടാണ് കേട്ടോ, ഒന്നും വിചാരിക്കണ്ടാറും. കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. എനിക്ക് വാപ്പയാണ്, ഹൈദർ അലിന്റെ വാപ്പയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹൈദർ അലി വഫാത്തായാൽ മലയാളക്കരയിൽ ഭിന്നത വരും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹൈദർ അലി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ടോ അല്ലേ? നടന്നില്ലേ? നടന്നല്ലോ. ഇപ്പൊ തുടങ്ങിയാലും ഭിന്നത തല്ലി. ഹൈദർ അലിയാണ്. ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വലിയാണ്. തെറ്റ് ചെയ്ത മനുഷ്യനൊക്കെ പോയിക്കും. ഔലിയാക്കന്മാർക്ക് തെറ്റൊക്കെ ഞാൻ ഇവിടുന്ന് പറഞ്ഞില്ലേ? തെറ്റ് വേറെ, സാമൂഹിക ദുശ്ചിന്ത വേറെ. രണ്ടാണ്. ഇതിനകത്ത് തെറ്റാരാന്നല്ല. എവിടെയെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ വന്നാലും ഞാൻ വില വെക്കൂല. ഞങ്ങളോട് പറഞ്ഞില്ലേ, ഇതിനേക്കാൾ വലിയ ചെയ്താലും ഔലിയ വലിയ അല്ലാതാവൂല.